നമസ്കാരം, എൻ്റെ പേര് ദിയ നരയൻ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം സമയത്തിൻ്റെ പ്രാധാന്യം എന്നതാണ്. ഈ ഭൂമിയിലെ ഘടികാരങ്ങളൊക്കെയും നിലയ്ക്കുന്ന സമയത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിത് ചിന്തിക്കാനേ കഴിയുന്നില്ല, അല്ലേ? ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള മനുഷ്യൻ്റെയും ഒരു തിരക്കുമില്ലാത്ത ഒരാളുടെയും ഓരോ നിമിഷഗതിയിലും അത്രത്തോളം പ്രാധാന്യമുണ്ട് സെക്കൻഡ് സൂചിയുടെ ഓരോ ടിക് ശബ്ദത്തിനും. എന്നും മുമ്പോട്ട് മാത്രം ചലിക്കുന്ന സെക്കൻഡ് സൂചി പോസിറ്റീവ് ചിന്തകൾക്കുള്ള ഒരു പ്രചോദനമാണ്. സ്റ്റീഫൻ ആർ കോവിയുടെ വാക്കുകൾ കടമെടുത്താൽ സമയം ചിലവഴിക്കുന്നതിലല്ല, മറിച്ച് അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. വജ്രത്തെക്കാളും രത്നത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് സമയം. കാരണം അവയൊക്കെ നമുക്ക് തിരികെ കിട്ടും. പക്ഷേ കടന്നുപോയ സമയം നമുക്ക് ഒരിക്കലും തിരികെ ലഭിക്കില്ല. നമ്മൾ ഇന്ത്യക്കാർ സമയത്തിൻ്റെ വില അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ട്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ PT ഉഷയ്ക്ക് അന്ന് മെഡൽ നഷ്ടമായത് സെക്കൻഡിൻ്റെ 100ൽ1 അംശത്തിനാണ്. കുട്ടികളായ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായ സമയക്രമ പാലനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. കൃത്യമായ സമയനിഷ്ഠയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗതി നിർണ്ണയിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. സമയവും ക്ഷമയുമാണ് ഏറ്റവും ശക്തരായ യോദ്ധാക്കൾ എന്ന് ലോകപ്രശസ്ത എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനവും എന്നത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീക്കുനി കവിത പോലെ എഴുതി തള്ളുക കാലമേ, കണ്ട കിനാവിൻ കടങ്ങളെല്ലാം തിരികെ തരിക കാലമേ, പണയം വച്ചൊരൻ രുധിര യൗവനം എന്ന് പരിധിപ്പിക്കാൻ നമുക്ക് ഇടവരരുത്. തിരിയും സമയവും ആരെയും കാത്തു നിൽക്കില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്തു എടുക്കാനും കൃത്യനിഷ്ഠയോടെ പ്രതികരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.